അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ശ്രീനാരായണീയ ഖുർആൻ വ്യാഖ്യാനം അഥവാ അകമ്പൊരുൾ, അതിൽ 73-ാമത്തെ സൂറത്ത് ബഖറയിലെ 73-ാമത്തെ ആയത്തിന് കൊടുക്കുന്ന അർത്ഥമാണ്. ഫഖുൽനാ ളിരിബൂഹു ബിബഅദിഹ, നാം പറഞ്ഞു അതിൻ്റെ ഭാഗം കൊണ്ട് തന്നെ അതിനെ പരിശോധിക്കുക. ഫഖുൽനാ ളിരിബൂഹു ബിബഅദിഹ, നാം പറഞ്ഞു അതിൻ്റെ ഭാഗം കൊണ്ട് തന്നെ അതിനെ പരിശോധിക്കുക. എന്നിട്ട് വിശദീകരണത്തിൽ പറയുന്നത് എന്താണ്? അതിൻ്റെ ഭാഗം എടുത്ത് അതിനെ പരിശോധിക്കുക. ഇതിലെ ഒരു സൂചകാക്ഷരം പുല്ലിംഗവും അടുത്തത് സ്ത്രീലിംഗവുമാണ്. അതായത് ളിരിബൂഹു എന്ന് പറയുന്നതിൽ ഹു അത് പുല്ലിംഗാണ്, ബിബഅദിഹ എന്നുള്ള ഹ എന്നുള്ളത് സ്ത്രീലിംഗാണ്. രണ്ട് സൂചകങ്ങളും ഒരേ കേന്ദ്രത്തിലേക്ക് മടങ്ങുന്നത് അറബി ഭാഷയുടെ ഒരു ശൈലിയാണ്. അറബി ഭാഷയായിട്ട് ഒരു ബന്ധമില്ലാത്ത, അറബികൾക്ക് അറിയാത്ത ഒരു സാഹിത്യമാണ്, ഒരു സംഗതിയാണ് ഇവിടെ നമ്മളുടെ മൗലവി സാഹിബ് പറയുന്നത്. രണ്ട് സൂചകങ്ങളും, അതായത് സ്ത്രീ പിന്നെ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട സർവനാമവും പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട സർവനാമവും ഒരേ ദിശയിലേക്ക് അല്ലെങ്കിൽ ഒന്നിലേക്ക് മടങ്ങുക എന്നുള്ളത് അറബി ഭാഷയുടെ ശൈലിയാണ്. ഇത് എവിടെയാണാവോ അയാൾ കണ്ടിട്ടുള്ളത്? അറബി ഭാഷയിൽ അങ്ങനെ ഒരു ശൈലിയില്ല. അത് മൂപ്പർ സ്വന്തം കീശേന്നെടുത്ത് വെച്ചിട്ടുള്ള ശൈലിയാണ്. കാരണം അറബി ഭാഷയിൽ ഏതോ സംഗതിക്കും പിന്നെ സ്ത്രീലിംഗം ഏതാണ് പുല്ലിംഗം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ സ്ത്രീലിംഗത്തിലേക്കുള്ള നമീർ ഹ, അല്ലെങ്കിൽ ഏകവചനാണെങ്കിൽ ഹ, പിന്നെ ബഹുവചനാണെങ്കിൽ ഹുന്ന എന്നാണ് വരിക. പുല്ലിംഗമാണെങ്കിൽ ഹു ഏകവചനവും ഹും എന്നുള്ളത് ബഹുവചനമായിട്ടാണ് വരിക. അതല്ലാതെ ഒരേ സാധനത്തെ ഹു ഹ എന്ന് സ്ത്രീലിംഗമായും പുല്ലിംഗമായും ഉപയോഗിക്കുന്ന രീതി അറബി ഭാഷയിലില്ല എന്നുള്ളതാണ്. വിശേഷിച്ചും ദമീറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ പറ്റിയാണ് മൂപ്പർ പറയുന്നത്. ഒരേ കേന്ദ്രത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് രണ്ട് സൂചകങ്ങളും, അതായത് രണ്ട് പിന്നെ സർവനാമവും ഒരേ കേന്ദ്രത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് അറബി ഭാഷയുടെ ശൈലിയാണ്. ഒന്ന് അർത്ഥസൂചകവും മറ്റൊന്ന് പദസൂചകവും ആകാം. മൂപ്പർക്ക് തന്നെ ഉറപ്പൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് എന്താണ്? ഇസ്രായേലികളിൽ ആരോ ഒരാളെ കൊല്ലുന്നു. ആ കൊന്നത് എന്തിൻ്റെ പേരിലാണെന്നുള്ളത് സംബന്ധിച്ച് മുഫസ്സിറുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ കാതുകൻ ആരാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ കൊല നടത്തിയ ആൾ ഈ ശവശരീരം കൊണ്ടുപോയിട്ട് മറ്റൊരു പിന്നെ കുടുംബത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുറ്റത്തോ മറ്റോ കൊണ്ടുപോയിട്ടു എന്നാണ്. അപ്പോൾ ഈ കാതുകൻ ആരാണെന്നുള്ളത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ശവം ആരുടെ അടുത്ത് നിന്നാണോ കണ്ടെത്തിയത് അവർ കുറ്റക്കാരായിട്ട് പിന്നെ മാറുകയും അവരതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ചെന്ന് കാണുകയും ഇതിന് പരിഹാരം തേടുകയും ചെയ്യുന്നത്. അപ്പോൾ മൂസാ നബിയോട് അള്ളാഹു ഇതിനുള്ള പരിഹാരമായിട്ട് പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു പശുവിനെ അറുക്കുക. പശുവിനെ അറുത്തിട്ട് ആ പശുവിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഈ ശവത്തെ അടിക്കുക. മയ്യിത്ത് എന്നതാണ് ഇവിടെ ഫളിരിബൂഹു, അതിനെ അടിക്കുക. ആ മയ്യിത്തിനെ അടിക്കുക. മയ്യിത്ത് എന്നുള്ള പുല്ലിംഗാണ്. അതുകൊണ്ടാണ് ഫളിരിബൂഹു എന്ന് പറഞ്ഞത്. ബിബഅദിഹ എന്ന് പറഞ്ഞത്, ബഅദിഹ എന്ന് പറഞ്ഞാൽ ബക്കറ, പശു. ബക്കറത്തിനുള്ള മുന്നത സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ബിബഅദിഹ, അതിൻ്റെ ആ പശുവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതിനെ അടിക്കുക എന്ന് പറഞ്ഞത്.
അപ്പോൾ ഇതിന് നേർക്ക് നേരെ ഇളിരിബൂഹു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്നാണ് മൂപ്പരുടെ ധാരണ. നമ്മുടെ പിന്നെ ഈ ശ്രീനാരായണീയ ഖുർആൻ വ്യാഖ്യാതാവിൻ്റെ ധാരണ. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു ഒരു അസാധാരണ സംഭവം സംഭവിപ്പിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം അംഗീകരിച്ചു പോയാൽ അത് പ്രവാചകന്മാർക്കുണ്ടാകാവുന്ന മുഅ്ജിസത്ത് പിന്നെ ഗണത്തിൽ പെട്ടുപോകുന്നുള്ള എന്തോ ഒരു ബേജാറ് മൂപ്പർക്കുണ്ടാവാം. ആധുനിക തഫ്സീറാവുമ്പോൾ ആധുനികന്മാർക്ക് തിരിയണ നിലക്ക് വേണമല്ലോ, അവർ അംഗീകരിക്കണ നിലക്ക്, തിരിയണ നിലക്കല്ല, അവർ അംഗീകരിക്കണ നിലക്ക് വേണം ഖുർആൻ വ്യാഖ്യാനിക്കാൻ. അതുകൊണ്ട് ഈ ശവത്തെ അടിക്കുക എന്ന് പിന്നെ ഹു എന്നതും പശുവിൻ്റെ ഭാഗം എന്ന ഹ സ്ത്രീലിംഗത്തിൻ്റെ പിന്നെ സർവനാമം അതും രണ്ടും കൂടി എടുത്തിട്ട് ഒന്നിലേക്ക് തിരിക്കുകയും എന്നിട്ട് ഇളിരിബൂഹു പരിശോധിക്കുക എന്ന് അർത്ഥം പറയും ചെയ്തു. ഇവിടെ ലറബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയിൽ ഏത് പിന്നെ മുഫസ്സിറാണ് അല്ലെങ്കിൽ ഏത് ഡിക്ഷണറിയിലാണ് ലറബ എന്നുള്ളതിന് പരിശോധിക്കാമെന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയാം. അറബി ഭാഷയിൽ അങ്ങനെ ഒരർത്ഥമില്ല. ഇനി ലറബ എന്നുള്ളത് മറ്റ് പദങ്ങളുമായിട്ട് പിന്നെ ചേർത്ത് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചില അർത്ഥങ്ങൾ കിട്ടും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ലറബ ഫിൽ അർളി, അവിടെ ലറബ ഫി എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ലറബ ഫിൽ അർളി പറഞ്ഞാൽ ഭൂമിയിൽ സഞ്ചരിച്ചു എന്നാണ്, യാത്ര ചെയ്തു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളല്ലാതെ ലറബ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷം കർമ്മം അത് സർവനാമമായിട്ട് നേർക്ക് നേരം ബന്ധപ്പെടുമ്പോൾ ലറബ പറഞ്ഞാൽ അടിച്ചു എന്നുള്ളതല്ലാത്ത ഒരർത്ഥവും അറബി ഭാഷയില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ പരിശോധിക്കാമെന്ന് അർത്ഥം പറഞ്ഞ ഇതേ മഹാൻ തന്നെ സൂറത്ത് നിസായിലെ ഹരിജാലു ഖവ്വാമൂന അലൻ നിസായി എന്നുള്ള ആയത്തിൽ വദ്രിബൂഹുന്ന, ആ സ്ത്രീകളെ നിങ്ങൾ അടിക്കുക. ആദ്യം അവർ ഉപദേശിക്കുക, പിന്നെ കിടപ്പറയിൽ വെടിയുക. അതായത് സ്ത്രീകൾ നിങ്ങളുമായിട്ട് ഉടക്കുകയാണെങ്കിൽ ആദ്യം അവർ ഉപദേശിക്കുക, പിന്നെ അവന് കിടപ്പറയിൽ പിന്നെ വെടിയുക എന്ന് പറഞ്ഞതിൻ്റെ ശേഷം എന്നിട്ടും അവരനുസരിക്കുന്നുണ്ടെങ്കിൽ ഫദ്രിബൂഹുന്ന അവരെ അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മൂപ്പർ അർത്ഥം പറഞ്ഞത് എന്താ? ആ സ്ത്രീകളെ കുടുംബക്കാർക്ക് ഏൽപ്പിക്കാം. അപ്പോൾ രണ്ടും ഒരേ പിന്നെ പ്രയോഗമാണ്. ലറബ ഹുന്ന, ലറബ ഹുന്ന, ലറബഹു, ലറബ ബിവാലിഹ. ഒരു സ്ഥലത്ത് പിന്നെ പരിശോധിക്കാമെന്ന് അർത്ഥം പറയുമ്പോൾ മറ്റേ ഭാഗത്ത് കുടുംബക്കാരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷക്ക് പിന്നെ പരിചിതമല്ലാത്ത, ഖുർആനിനോട് യാതൊരു നിലക്കും നീതി പുലർത്താത്ത അർത്ഥകൽപ്പന തനിക്ക് ഇഷ്ടം പോലെ ഖുർആനിനെ വ്യാഖ്യാനിക്കുകയും ഖുർആനിൻ്റെ വാക്കുകൾക്ക് അർത്ഥം പറഞ്ഞ് അതിനെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന, ഖുർആൻ ഏതൊരു വിഭാഗത്തെ തഹ്രീഫ് വാക്കുകളിൽ കൃത്രിമം കാണിക്കുക എന്ന് അധിക്ഷേപിച്ചിട്ടുണ്ടോ ആ അധിക്ഷേപത്തിന് വിധേയമായിട്ടുള്ള അതേ സംഗതിയാണ് ഇവിടെ നമ്മളുടെ പൊരുളുകാരൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അർത്ഥത്തെയും അതിൻ്റെ ആശയങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അർത്ഥം പറയുക വാക്കുകൾക്ക്, എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇത്തരം പ്രയോഗങ്ങൾ അറബി ഭാഷയിൽ സാധാരണമാണ്. ജഡത്തിൻ്റെ ഭാഗം പരിശോധിച്ചപ്പോൾ ഘാതകൻ ആരാണെന്ന് വെളിപ്പെട്ടിരിക്കണം. എങ്ങനെയുണ്ട്? ജഡത്തിൻ്റെ ഭാഗം പരിശോധിച്ചപ്പോൾ ഈ പശുവിൻ്റെ ഭാഗം കൊണ്ട് എങ്ങനെയാണ് പിന്നെ ഈ ശവത്തെ പരിശോധിക്കുക? അന്ന് അങ്ങനെ എന്തോ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ മൂസാ നബിക്ക് അള്ളാഹ് ഒരു കൽപ്പന കൊടുത്തിട്ടുള്ളത്. ടെക്നിക്കുകൾ പിന്നെ അത് വികാസം പ്രാപിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടമാണുള്ളത്. പിന്നീട് അത് പിന്നെ ടെക്നിക്ക് അള്ളാഹ് എടുത്തു കളഞ്ഞു എന്നായിരിക്കണമല്ലോ അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലാതെ അറുത്ത പശുവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് വാലോ കയ്യോ കാലോ എടുത്തിട്ട് ഈ ശവശരീരത്തെ പരിശോധിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കൂടി ഇദ്ദേഹം പറയണമായിരുന്നു. അത് അദ്ദേഹം പറയില്ല. അതിന് പകരം അദ്ദേഹം പറയണത് ജഡത്തിൻ്റെ ഭാഗം പരിശോധിച്ചപ്പോൾ, എങ്ങനെ പരിശോധിക്കാമെന്ന് പറയില്ല, ജഡത്തിൻ്റെ ഭാഗം പരിശോധിച്ചപ്പോൾ ഘാതകൻ ആരാണെന്ന് വെളിപ്പെട്ടിരിക്കണം, അഥവാ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. എങ്ങനെയാണ് കൊലപാതക രഹസ്യം വെളിപ്പെട്ടതെന്ന് എന്നത് സംബന്ധിച്ച് ഖുർആൻ മൗനം ദീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഖുർആൻ മൗനം ദീക്ഷിച്ചതല്ല അവിടെ പ്രശ്നം. ഈ ഒരു ഭാഗം കൊണ്ട്
ഈ ശവത്തെ അടിക്കാമെന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം ശവശരീരത്തിൽ തൊടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരാണോ അടിച്ചിട്ടുള്ളത്, അതായത് ഈ കൊലപാതകം നടത്തിയവരെന്ന് അധിക്ഷേപത്തിന് വിധേയരായിട്ടുള്ള ഒന്ന് ഈ ശവം കിടക്കുന്ന വീടിൻ്റെ ഉടമസ്ഥരും, അതുപോലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളാണ് യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൈക്ക് രണ്ട് കൂട്ടരും മാറി മാറി ഇതിനെ അടിക്കുമ്പോൾ ആരാണോ ഇതിനെ കൊന്നിട്ടുള്ളത് അയാളുടെ കയ്യിൽ നിന്നിട്ട് ഈ സാധനം ഒഴിഞ്ഞു പോവാതെ ശവത്തിൽ നിന്ന് വേർപെടാതെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ശവത്തെ ആരാണ് കൊന്നിട്ടുള്ളതെന്ന് ബോധ്യമാവുക. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. അതിന് പകരം ഈ ശവശരീരത്തെ അടിക്കാറുള്ളതിന് പകരം പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പരിശോധനയുടെ രൂപം എന്താണ് ഒന്നും ഇവിടെ പറയുന്നില്ല. എന്നിട്ടാണ് മൂപ്പർ പറയുന്നത് എങ്ങനെയാണ് കൊലപാതക രഹസ്യം വെളിപ്പെട്ടതെന്ന് സംബന്ധിച്ച് ഖുർആൻ മൗനം ദീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ പ്രവാചക നിർദ്ദേശം അനുസരിച്ച് ഘാതകനെ തിരിച്ചറിയുന്നതിനുള്ള കൃത്യവും സൂക്ഷ്മവുമായ പരിശോധന നടത്തിയിരിക്കാം. ഈ കൃത്യവും സൂക്ഷ്മവുമായ പരിശോധന എങ്ങനെയാണ് ഈ മാംസം കൊണ്ട് നടത്തുക? അതും ഇതിൽ വെളിവാക്കണമല്ലോ. മറ്റതാണെങ്കിൽ ഏത് സാധാരണക്കാരനും ബോധ്യമാവും. ഇതിൻ്റെ ഒരു ഭാഗം കാതുകൻ്റെ കയ്യിലും മറ്റേ ഭാഗം ശവശരീരത്തിലും തൊടുമ്പോൾ അത് തമ്മിൽ വേറിടാതിരിക്കുമ്പോൾ അയാളാണ് കൊന്നതെന്ന് വരും. വേറൊരു പരിശോധനയുടെ രൂപം എന്താണെന്നുള്ളത് വ്യക്തമാക്കേണ്ട ബാധ്യത ഇത് എഴുതിയിട്ടുള്ള ഈ കൃത്രിമമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഈ വ്യാഖ്യാനം നൽകിയിട്ടുള്ള നമ്മളുടെ മാന്യനായിട്ടുള്ള മൗലവിക്കാണ്. അത് അദ്ദേഹം പക്ഷേ അത് പറയില്ല. അദ്ദേഹത്തിന് തന്നെ പിടിപാടുമില്ലാത്ത ഇരുട്ടിൽ തപ്പുന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഖുർആനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അകമ്പൊരുൾ എന്ന് പറയുന്നത്. ഇതുടനീളം ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ നമ്മൾക്ക് കാണാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൗഢ്യങ്ങൾ എഴുന്നള്ളിച്ചിട്ടുള്ള ഇതുപോലുള്ള കൃതികൾ അത് യഥാർത്ഥത്തിലുള്ള ഖുർആൻ്റെ വ്യാഖ്യാനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ നല്ലവർക്ക് ധരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരിത് പുനഃപരിശോധിക്കണം. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന ആളുകളുടെ പിന്നാലെ പോകരുത് എന്നാണ് അത്തരം ആളുകളോട് നമ്മൾക്ക് ദയവായിട്ട് അപേക്ഷിക്കാനുള്ളത്.